ഇന്നത്തെ ശുഭചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയിലെ കോടീശ്വരനായിരുന്ന ജോൺ റോക്ക്ഫെല്ലറുടെ കഥ നമുക്കിന്ന് കേൾക്കാം. അദ്ദേഹം അനേകം കമ്പനികളുടെ സ്ഥാപകനായിരുന്നു. പണം കുമിഞ്ഞുകൂടി ജീവിതത്തിൻ്റെ ഏക ലക്ഷ്യം പണസമ്പാദനമായിരുന്നു. ധനമേറെ ഉണ്ടായിട്ടും ജീവിത സംതൃപ്തിയോ സമാധാനമോ അദ്ദേഹത്തിന് കൈവന്നില്ല. അദ്ദേഹം ആരെയും സ്നേഹിച്ചുമില്ല, ആരിൽ നിന്ന് സ്നേഹം അദ്ദേഹത്തിന് ലഭിച്ചുമില്ല. അങ്ങനെ മാനസികമായി അസ്വസ്ഥം അദ്ദേഹത്തെ ഒരു രോഗിയാക്കി തീർത്തു. ഭക്ഷണത്തോട് വെറുപ്പ്, ഉറക്കമില്ലായ്മ, ഇങ്ങനെ രോഗം വർദ്ധിച്ചു. പല ചികിത്സകളും പരീക്ഷിച്ചു, ഫലിച്ചില്ല. 53 വയസ്സ് മാത്രമുള്ള അദ്ദേഹം ആശയറ്റവനായി കഴിയുകയാണ്. അവസാനം ഒരു ഡോക്ടറുടെ പ്രതിവിധി അത്ഭുത ഫലമുളവാക്കി. അദ്ദേഹം ഒരു ഒറ്റമൂലി കൊടുത്തു. ധനത്തെക്കുറിച്ചുള്ള ചിന്ത വെടിഞ്ഞ് മറ്റുള്ളവരെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാനും ഉദാരമായി കരുണയുടെ കരം നീട്ടുവാനുമാണ് അദ്ദേഹം ആ ഡോക്ടറെ ഉപദേശിച്ചത്. അതിനനുസരിച്ച് പ്രവർത്തിക്കാൻ അദ്ദേഹം സന്നദ്ധനായി. അങ്ങനെയാണ് പ്രസിദ്ധമായ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷൻ സ്ഥാപിതമായത്. അതിൻ്റെ വ്യാപ്തി അമേരിക്കയിലും ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും എത്തി. പാവപ്പെട്ടവരുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുവാനും അവരുടെ ജീവിത ക്ലേശങ്ങൾ ലഘൂകരിക്കുന്നതിനും സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഒക്കെയായി കോടിക്കണക്കിന് ഡോളർ അദ്ദേഹം ചെലവാക്കി. മാരക രോഗങ്ങളുടെ നിവാരണത്തിന് ഗവേഷണങ്ങൾ നടത്താനും അതുവഴി അനേകായിരം രോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാനും അതുമൂലം കഴിഞ്ഞു. നിർധനരായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ഉദാരമായ സഹായം നൽകി. വർഗത്തിൻ്റെയോ വർണ്ണത്തിൻ്റെയോ ഒന്നും ഭേദമില്ലാതെ ആണ് അദ്ദേഹം സഹായിച്ചത്. 10,000ങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം പകരുവാൻ, ആശ്വാസമരുളുവാനും ഒക്കെ റോക്ക്ഫെല്ലർ ഫൗണ്ടേഷന് സാധിച്ചു. ഇങ്ങനെ സേവനത്തിൻ്റെയും സഹായത്തിൻ്റെയും പാതയിൽ ചരിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ റോക്ക്ഫെല്ലറുടെ രോഗത്തിന് ശമനമുണ്ടായി. പൂർണ്ണ ആരോഗ്യത്തോടെ അദ്ദേഹം 98 വയസ്സ് വരെ ജീവിച്ച് സംതൃപ്തിയോടെ സന്തോഷത്തോടുകൂടി ഈ ലോക ജീവിതത്തിൽ നിന്ന് വിടവാങ്ങി. എന്താണ് ഈ ജീവിതകഥയിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുള്ളത്? ധനവും സ്ഥാനമാനങ്ങളും എത്ര തന്നെ വർദ്ധിച്ചാലും ഹൃദയസമാധാനവും ആത്മസന്തോഷം ലഭിക്കുകയില്ല. കൂടുതൽ ആർജിക്കും തോറും വ്യഥ വർദ്ധിക്കുകയുള്ളൂ. ഒടുങ്ങാത്ത ആർത്തി മനസ്സമാധാനം കെടുത്തും. മാരകമായ രോഗങ്ങൾ വിളിച്ചു വരുത്തുകയും ചെയ്യും. സുഖവും സന്തോഷവും ആഗ്രഹിക്കുന്നെങ്കിൽ മറ്റുള്ളവർക്ക് അവ നൽകുവാൻ കൂടി ശ്രമിക്കുകയാണ് വേണ്ടത്. സ്നേഹത്തിൻ്റെ നീർച്ചാലുകൾ ഹൃദയത്തിൽ നിന്നൊഴുകുമ്പോൾ കരുണയുടെ കരങ്ങൾ നീട്ടപ്പെടാതിരിക്കുകയില്ല. സദൃശവാക്യം 14:11 പറയുന്നു, ദരിദ്രന്മാരോട് കൃപ കാണിക്കുന്നവനെ അവൻ ബഹുമാനിക്കുന്നെന്ന്. ഈ വചനം ഉള്ളിൽ സംഗ്രഹിച്ചുകൊണ്ട് ധനസമ്പാദനത്തിന് ലക്ഷ്യം വയ്ക്കാതെ സമസൃഷ്ടങ്ങളെ കൂടി ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവം നമുക്ക് സന്മനസ് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുഭചിന്ത നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം.